ശ്രീഹരി പത്തനാപുരം, ഇപ്പോൾ ഈ ആസുരഭാവത്തിൽപ്പെട്ടതാണ് കൂടോത്രം നടത്തുന്ന ചില ക്ഷേത്രങ്ങൾ തന്നെയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. വടക്കോട്ടേക്ക് ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളുടെ പേരും ഞാൻ കേട്ടിരുന്നു. ശത്രു സംഹാര പൂജയാണ്. അപ്പോൾ ഈ കൂടോത്രം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരാളെ അങ്ങോട്ട് അവസാനിപ്പിക്കുക, അയാളുടെ ജീവൻ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കൂടോത്രങ്ങളുണ്ടോ? അയാൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാതിരിക്കാനുള്ള കൂടോത്രങ്ങളുണ്ടോ? എന്താണ് ഇതിൻ്റെ ഒരു സ്വഭാവം? എന്താണ്? കൂടോത്രങ്ങൾ നടത്തപ്പെടുന്ന ക്ഷേത്രങ്ങൾ ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞത് എനിക്ക് ആദ്യത്തെ ഒരു അറിവാണ്. കാരണം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല കൂടോത്രം നടത്തി കൊടുക്കുമെന്ന്. ക്ഷേത്രവുമല്ല, ഒരു പരസ്യം പോലും ഞങ്ങൾ ഇവിടെ കൂടോത്രം ചെയ്ത് കൊടുക്കപ്പെടും എന്നില്ല. എല്ലാവരും ചെയ്യുന്നത് ശത്രുസംഹാര ശത്രുസംഹാര അർച്ചനയും ഹോമത്തെ പറ്റിയൊക്കെ ആയിരിക്കും താങ്കൾ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു, ക്ഷേത്രങ്ങളിൽ ഉള്ളതിനെ പറ്റി. പക്ഷെ അത് പുറത്തുള്ള ശത്രുവിനെ സംഹരിക്കണമേ എന്നുള്ളൊരു ശത്രുസംഹാരമല്ല. ഉള്ളിലുള്ള ശത്രുവിനെ, നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ, വ്യക്തമായിട്ട് അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിലുള്ള മതമാത്സര്യ മോഹങ്ങളെ, നമ്മുടെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ചിന്താഗതികളെ, നമ്മളിൽ ഉള്ളിലുള്ള ആസുരികതയെ അത് ഹനിച്ചു തരണമേ, നമ്മളെ ഒരു നല്ല മനുഷ്യനാക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. പുറത്തുള്ള ശത്രുവിനെ നമ്മളങ്ങനെ അർച്ചന ഇടാൻ എന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് എന്നെ മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, എന്റെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ചിന്താഗതികളെ, എന്റെ ഉള്ളിലെ മതമാത്സര്യ മോഹങ്ങളെ സംഹരിക്കണമേ, എന്നെ ഒരു നല്ല മനുഷ്യനാക്കണമേ. ആവശ്യമില്ലാത്ത ചിന്താഗതികളോ മറ്റൊരാളെ ദ്രോഹിക്കണമെന്ന ചിന്തയോ മറ്റൊരാൾ നശിച്ചെങ്കിലേ എനിക്ക് നന്നാവാൻ കഴിയൂ എന്നുള്ള ചിന്തയോ ഇല്ലാതെ എന്നെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് പരിപാടി എന്താണ്? ഈ തകിട് പലയിടത്തും കണ്ടെത്തിയത് എന്തായിരിക്കാം? ഈ തകിടിന്റെ പരിപാടി അതിലേക്കാണ് ഞാൻ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് സുധാകരൻ സാറ് അദ്ദേഹം ഒരു വിശ്വാസി ആയതുകൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കോൺഗ്രസിലെ തന്നെ മറ്റാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ശത്രുക്കളോ ഒന്നും കൊണ്ടുവച്ചതല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മുതുകാടിനോ അല്ലെങ്കിൽ ഫാസിൽ ബഷീറിനോ ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു കൈയടക്കം. ഇപ്പൊ ഒരു മാജിക്, നമ്മളിപ്പോ മുതുകാട് സാറിന്റെ മാജിക് പണ്ട് നമ്മൾ അത്ഭുതത്തോടു കൂടി ക്യാമറയുടെ മുമ്പിൽ നിന്ന് കാണും, തലയൊക്കെ അറുത്തു മാറ്റുന്നത്. പിന്നീടാണ് അതിന്റെ ടെക്നിക്കൊക്കെ നമുക്ക് പിന്നീട് എത്രയോ കാലങ്ങൾക്ക് ശേഷം, ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇലക്ഷൻ റിസൾട്ട് ഒക്കെ എഴുതി ഭദ്രമായി ലോക്കറിൽ വെച്ചിട്ട് കളക്ടറുടെ ഒക്കെ സാന്നിധ്യത്തിൽ അതെടുത്തിട്ട് പറയുന്ന ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും എന്ത് അത്ഭുതമാണെന്ന്. പക്ഷെ അതൊക്കെ ആ സമയത്ത് ഒരു കൈയടക്കത്തിൽ ചെയ്യുന്നതാണ്. അങ്ങനെ കൈയടക്കത്തിൽ ഒരാൾ എടുത്ത് കാണിച്ചത് ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടൊരു വിശ്വാസിയായ സുധാകരൻ സാർ, അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ടാവും, കാരണം വിശ്വാസിയാണ്. പക്ഷെ ഇതിലൊരു അപകടം എന്താ അറിയാവോ? ഇത് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരു വിശ്വാസി, അങ്ങനെയുള്ള വിശ്വാസികൾ ചിന്തിക്കും, എനിക്കൊരു അസുഖം വരുന്നത് ഈ തരത്തിലുള്ള ആഭിചാരം കൊണ്ടാണെന്ന് ചിന്തിച്ചാൽ അവർ ആ രോഗത്തിന് ചികിത്സ തേടാതെ പോയാൽ അതാണ് ഇതിലെ ഒരു അപകടം. അപ്പൊ അത്തരത്തിൽ പോകാതിരിക്കാൻ ഇത്തരം ഈ നേതൃസ്ഥാനത്തുള്ള ആളുകൾ തന്നെ എന്നാ എന്നെ കൂടാത്രം ചെയ്ത് അങ്ങ് നശിപ്പിച്ച് കാണിക്കട്ടെ എന്ന് പറയണേ. ഈ കൂടാത്രമൊക്കെ ചെയ്തിട്ട് സുധാകരൻ സാർ വലിയ വിജയവും ഒക്കെ നേടുകയൊക്കെ ചെയ്തല്ലോ. ഇത് പണമെടുക്കാൻ വേണ്ടി ഒരാൾ, ഇത് പല വീടുകളിലും നടന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് കഥകൾ അതിനു മുമ്പ് തന്നെ ഈ തകിടുകളൊക്കെ പുറത്തെടുത്തു. അപ്പോൾ വിജയം ചിലപ്പോൾ തകിട് പുറത്തെടുത്തുകൊണ്ടുള്ള വിജയമായിട്ട് തന്നെ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാകാം. ഇത് 1.5 വർഷം ശരിയാണ്. ആരോഗ്യ പ്രശ്നം അല്ല, അദ്ദേഹത്തിന് അതിനുശേഷം ആരോഗ്യപരമായ ബുദ്ധിമുട്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, മാനസികമായി അദ്ദേഹത്തിന് ഇത് എടുത്തത് കൊണ്ട് എനിക്ക് നല്ല ഉന്മേഷം തോന്നിയാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കുറേയൊക്കെ മാനസിക സംഘർഷം കൊണ്ടുള്ളത് മാറിക്കിട്ടും. മനസ്സിലായില്ലേ? ഇത് തകർക്കാനും പറ്റും, മാറിക്കിട്ടും എന്നുള്ളത് പോലെ എനിക്കാടോ ആഭിചാരം ചെയ്തു എന്ന് തോന്നിയാൽ നാളെ എന്നെ മാനസികമായിട്ട് ഇത് തളർത്താം. എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയാതെ വരാം. എനിക്ക് എന്റെ പ്രവർത്തന മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വരാം. അപ്പൊ ആ ഒരു ചിന്ത മാറ്റണം. ഈ ആചാരം അനാചാരം എന്ന നിലയിലേക്ക് ഇതിനെ മാറ്റി നിർത്തണം. ആചാരങ്ങൾ നല്ലതാണ്, അനാചാരങ്ങളാകുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. Debate with Smriti Parithikad.